ഞാൻ ഈ കൊട്ടയും പട്ടിയൊക്കെ ആയിട്ട് എവിടേക്കാണെന്നല്ലേ, ഞാൻ ഈ കർക്കിടക മാസത്തിൽ 10 ഇല കറികളിൽ ഒരു കറി വെക്കാം എന്നുള്ള പ്ലാനുമായിട്ട് ഇറങ്ങിയതാണേ. അതിനായിട്ട് നമ്മളിന്ന് കണ്ടെത്തിയിരിക്കുന്നത് മത്തേലയാണ്. അപ്പോൾ മത്തേല പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ മത്തേലയുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. പക്ഷേ ഇതിൽ വല്ലാതെ മൂത്ത് പോയ ഇലയുണ്ട്, അതുപോലെ അതിൽ കിളുന്ത ഇല നോക്കിയാണ് നമുക്കിപ്പം ആവശ്യത്തിന് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മത്തേല പറിക്കാം. ഇത് കണ്ടില്ലേ, മൂത്ത ഇലയാണ് കൂടുതലുള്ളത്. നമുക്കിതിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കണം. ചെറിയ കിളുന്ത ഇല നോക്കി കണ്ടുപിടിച്ചെടുക്കണം. കുറച്ചൊക്കെ നമുക്ക് കിട്ടാനുള്ളതുണ്ട്, പക്ഷെ അത് കുറേ നേരം നമ്മൾ തപ്പിയെടുക്കണം എന്നുള്ളതാണ്. ഇതുപോലെയുള്ള കിളുന്ത ഇലയെ നമുക്ക് തോരൻ വെക്കാൻ കൊള്ളത്തുള്ളൂ. അപ്പം അത് നോക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. വേണ്ടല്ലേ, ഇതേപോലെ കുഞ്ഞിലയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം വളരെ മോശമായിട്ടുള്ള ഇലകളാണ്. നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം, അവിടെ നിന്ന് നമുക്ക് നല്ലത് നോക്കി എടുക്കാം. ഞാൻ മത്തേല പറിച്ച് ഇങ്ങ് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മത്തേല കിടപ്പുണ്ട്, പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. ഇത് ഭയങ്കരനൊരു പാറക്കുഴിയാണ്, കാരണം പാറ നിരപ്പായി കിടന്ന ഒരു പ്രദേശമാണ്. ഈ പാറ ഇതിൻ്റെ ഉടമ വെട്ടി വിൽപ്പനയ്ക്കായിട്ട് ഉപയോഗിച്ച സമയത്ത് ഇതൊരു വലിയ കുളത്തിൻ്റെ രീതിയിലായിപ്പോയി കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ ഇവിടെ വെള്ളം കയറും. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വയലിൽ നിന്നൊക്കെ പരൽമീനും മറ്റുമൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ദാണ്ട എനിക്ക് നടക്കാൻ പറ്റുന്നില്ല മുന്നോട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായി. എൻ്റെ കാല് ഈ ഭയങ്കര ചതുപ്പിനകത്ത് ഇറങ്ങിപ്പോയി നിൽക്കുകയാണ്. ഒരു ചെരുപ്പ് പൂർണ്ണമായിട്ടും ചെള്ളക്കടിയിലായി പോയിട്ടുണ്ട്. വലിച്ചെടുക്കാൻ ഞാൻ നല്ല രീതിയിൽ പ്രയാസപ്പെടുന്നു. ഒരു ചെരുപ്പ് ഞാൻ മാറ്റി വെച്ചു, അടുത്തത് എനിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും എൻ്റെ ചെരുപ്പ് ആദ്യം പുറത്തെടുക്കണം. അപ്പം ഞാനത് വലിച്ചെടുക്കാമെന്ന് നോക്കട്ടെ. ഇനി ഈ ചള്ളക്കൈ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എനിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചെരുപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, മുഴുവൻ ചള്ളയായി. ഇനി ഈ കൈ കൊണ്ട് ഞാൻ എങ്ങനെയാണ് മത്തേല പറിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ പരമാവധി നോക്കും. ചെരുപ്പ് ഇവിടെ ഉപേക്ഷിക്കേണ്ട ഒരു ഗതി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചള്ളയിലും വെള്ളത്തിലും ചതുപ്പിലും ഒക്കെ എൻ്റെ കാല് ആഴ്ന്നിറങ്ങി. അവിടെ നിന്നൊക്കെ കാലിനെ വലിച്ചെടുത്ത് ഞാൻ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് മത്തേലയ്ക്ക് ഇറങ്ങി അത് തരപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഭാഗത്താണ് കുറച്ച് മത്തേല കാണുന്നത്. അവിടെ പോയി നമുക്ക് അത്യാവശ്യത്തിനുള്ള മത്തേല പറിച്ചെടുക്കാം. ഇവിടെ എന്തെങ്കിലും പുളവനോ മറ്റോ കാണുമോ? എനിക്ക് പേടിയാ, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. വിട്ടിലിനെ പേടിയുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും ഞാൻ എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും കുറച്ച് മത്തേല എനിക്ക് കിട്ടിയേ തീരൂ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നല്ല ഇല കണ്ടെത്തിയിടത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇല കുറച്ച് പറിച്ചെടുക്കാം. അതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഈ കുളം ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് ഇവിടെ പാറ വെട്ടിയെടുത്ത് അങ്ങനെ രൂപാന്തരപ്പെട്ടൊരു കുളമാണ് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുമ്പം വെള്ളം കെട്ടിക്കിടക്കും. ഇവിടെ നല്ല പാമ്പുകളും പുളവനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. എനിക്ക് നല്ല പേടിയുണ്ട് ശരിക്കും. പക്ഷേ നമ്മൾ വന്ന ആ ഒരു ലക്ഷ്യം സാധിച്ചുകൊണ്ട് എനിക്ക് പോകണം. അപ്പം ഞാൻ മത്തേല പറിക്കട്ടെ ആദ്യം. എന്തായാലും പാമ്പും പുളവനും ഒക്കെ അവരുടെ വഴി നടക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ നല്ല മത്തേലയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. നമ്മളെ മുകളിൽ കണ്ടതിനെക്കാട്ടി നല്ല ഇലകളാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് പറിച്ചെടുക്കാം. നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കർക്കിടക മാസത്തിൽ 10 ഇല തോരൻ കൂട്ടണമെന്നുള്ളത്. അപ്പം മത്തേല ഏറ്റവും ബെറ്റർ ഒരു സാധനമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ തോരനായിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തുമ്പ് കൂടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇലയുടെ കൂടെ ഈ തുമ്പ് ഇട്ട് തോരൻ വെക്കും ചിലരൊക്കെ. ഞാനും അത് എടുക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഇലയുടെ അറ്റത്തെ തുമ്പുണ്ടല്ലോ, അതും നമുക്കെടുത്ത് തോരൻ വെക്കാവുന്ന കൂട്ടത്തിൽ ചേർക്കാവുന്നതാണേ. പിന്നെ കിളുന്തല, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ തോരൻ ഉപയോഗിക്കുന്നത്. അധികം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല ഇല.
അപ്പം നമുക്ക് കുറച്ച് ഇലയും കൂടെ ആവശ്യമുണ്ട്. അത് മുകളിൽ പടർന്ന് കിടക്കുന്നുണ്ടല്ലോ, ആ ഇലയും കൂടെ നമുക്ക് പറിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുക. അങ്ങോട്ട് കയറുന്ന കാര്യം വലിയ റിസ്ക്കാണ്. കണ്ടില്ലേ, ഒരല്പം കുത്ത് കയറ്റമാണ്. പാറ ഇങ്ങനെ കുത്തനെ കിടക്കുന്നതാണ്. അപ്പോൾ അതുവഴി ഞാനൊന്ന് കയറി നോക്കുവാണ്. റിസ്ക്കുള്ള സ്ഥലമാണ്. എന്തെങ്കിലും ഇഴജന്തുക്കളുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എങ്കിലും ഞാൻ കയറുകയാണ്. ആ ഇല എനിക്ക് പറിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുകയാണ്. വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ സത്യമായിട്ടും വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടേക്ക് മുകളിലേക്ക് കയറും തോറും നല്ല വള്ളികൾ കശപിശാന്ന വള്ളികൾ കിടക്കുകയാണ്. ഞാൻ വീഴാനുള്ള സാധ്യതയുണ്ട്. വീണാൽ ഒരുപക്ഷെ നിങ്ങളാരും ചിരിക്കരുത്. സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറുകയാണ്. എന്തായാലും വന്നിട്ട് നല്ല രീതിയിൽ കുറച്ച് ഇലയുമായിട്ട് പോകണം. ഉദ്യമം പാഴാക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ആരെങ്കിലും ഈ കാട്ടിനുള്ളിൽ കിടപ്പുണ്ട്, എളുപ്പം ഓടിപ്പോയിക്കോളൂ. മത്തയില തന്നെയല്ല, അതിൻ്റെ കൂടെ വല്ല മത്തങ്ങായും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അതൊരു ലാഭമാണ്. ഞാൻ എന്തായാലും ഒന്ന് പരതി നോക്കട്ടെ. കാടും വള്ളിയും എല്ലാം ഭയങ്കര അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേട്ടോ. അമ്മേ, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇലയുണ്ട് കേട്ടോ. നമുക്ക് ആ ഇലകളൊക്കെ തന്നെ ശേഖരിച്ചു കൊണ്ട് പോകാം. ഈ റിസ്ക് എടുത്ത് ഞാൻ കയറി വന്നതിന് നല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ട്, നമുക്കതിനെ കൈക്കലാക്കാം. ഇത് കണ്ടില്ല, ഇത് എടുക്കുന്ന കാര്യം പക്ഷേ വലിയ പ്രയാസമാണ്. ഞാൻ കത്തിയൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. നല്ലൊരു വലിപ്പമുള്ള മത്തങ്ങയാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, കാട്ടിനകത്ത് ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് കൈക്കലാക്കണം. പക്ഷേ ഞാൻ എൻ്റെ കത്തിയൊന്നും എൻ്റെ കയ്യിൽ കരുതിയിട്ടില്ല. ഇതെങ്ങനെ എടുക്കുമെന്നുള്ളതാണ് വലിയ ഒരു പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും നമുക്കിതെങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. ഞാൻ നോക്കട്ടെ, ഇതിനെ പിരിച്ചെടുക്കാമോ എന്ന് നോക്കട്ടെ കേട്ടോ. കത്തിയില്ലാത്തതുകൊണ്ടേ. പിരിച്ചെടുക്കുവാണ് കേട്ടോ. ഓ, കിട്ടി. സാധനം പിരിച്ചെടുത്ത് കത്തിയില്ലെങ്കിൽ എന്താ, നമ്മൾ സാധനം കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇലയുടെ പുറത്ത് എനിക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇല വല്ലാതെ ചമ്മിപ്പോകും, ഇല പിന്നെ കൊള്ളാതാകും. ഇത്രയും വെയിറ്റുള്ള സാധനമാണ്. ഇത് കയ്യിൽ സെപ്പറേറ്റ് പിടിച്ചുകൊണ്ട് എനിക്ക് താഴേക്ക് ഇറങ്ങണം. വലിയ പ്രയാസമുണ്ട്. നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഇലവേട്ട കഴിഞ്ഞു, മത്തങ്ങ വേട്ടയും കഴിഞ്ഞു. ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കയറി വന്ന് ഞാൻ ഒരു വിധത്തിൽ കയറി വന്നിട്ടുണ്ട്. ഇനി ഇറങ്ങുന്ന കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വീഴുമോ എന്ന സംശയം എനിക്കുണ്ട്. എങ്കിലും ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഇറങ്ങിയാണ്. പിച്ച വെക്കുന്ന പോലെയാണ് കേട്ടോ താഴേക്ക് ഇറങ്ങുന്നത്. കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്നത് പോലെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത് പാറയാണ്. പാറപ്പുറത്ത് കാട് വളർന്ന് നിൽക്കുന്നതാണ്. സ്ലിപ്പായാൽ ഞാൻ അങ്ങ് താഴേക്ക് പെട്ടെന്ന് ചെല്ലും, വളരെ പെട്ടെന്ന് ചെല്ലും. വളരെ സ്ലിപ്പാകുന്ന സ്ഥലമാണ്. എങ്കിലും ഞാൻ താഴെ ഇറങ്ങി എത്തിയിട്ടുണ്ട്. മത്തങ്ങ എനിക്ക് മുമ്പേ എത്തിയിട്ടുണ്ട്. അപ്പോൾ മത്തയിലേയും വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാം. അത് കണ്ടില്ലേ, കൂട്ടത്തോടെ നിൽക്കുന്നത് ചേമ്പാണ് കേട്ടോ. നല്ല നാടൻ ചേമ്പാണ്. നമുക്ക് പറമ്പിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി, അത്യാവശ്യം നമുക്ക് വീട്ടു വിഭവങ്ങളൊക്കെ തന്നെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വരവിന് നമുക്ക് ആ ചേമ്പാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കത് ശേഖരിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇപ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം.
നമ്മൾ ഉദ്ദേശിച്ച് പോയത് മത്തേലയ്ക്കാണ്, പക്ഷേ ഡബിൾ നേട്ടം ഉണ്ടായിരിക്കുന്ന മത്തങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് വലിയ കൂറ്റൻ മഴ വരുന്നുണ്ട്. നമ്മളൊരു സ്ഥലത്ത് വിറകൊക്കെ പെറുക്കി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വിറക് എടുക്കാൻ വേണ്ടി പോകണം, എന്നിട്ട് ഉള്ളു അടുത്ത പരിപാടി. കാരണം മത്തേല തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വിറക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ വിറക് പെറുക്കാൻ വേണ്ടിയിട്ട് പോകാം.